ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നല്ല കിട്ടു ടേസ്റ്റിലുള്ള പാൽക്കോവയുടെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. നമ്മുടെ 80s 90s കിഡ്സിനൊന്നും ഞാനിതിന്റെ ടേസ്റ്റ് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ, എല്ലാവർക്കും ഓർമ്മ വന്നിട്ടുണ്ടാവും. ഇപ്പൊ പണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിച്ചാൽ അതേ ടേസ്റ്റിൽ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലും റെഡിയാക്കി എടുക്കാം കേട്ടോ, അതേ ടേസ്റ്റിൽ തന്നെ. അപ്പൊ എല്ലാവരും മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കുക. കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കണേ. അപ്പൊ നമ്മുടെ ഈ പാൽക്കോവ റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്കിന്റെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതൊന്നും എടുക്കരുതേ, അല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി മറിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇതിലേക്ക് ഒരു 1/4 കപ്പ് നെയ്യും 1/4 കപ്പ് തന്നെ റിഫൈൻഡ് ഓയിലും ചേർത്ത് കൊടുക്കാം. വേറെ വെളിച്ചെണ്ണയോ പാം ഓയിലോ ഒന്നും ചേർത്ത് കൊടുക്കരുത്. ഇനി ഓയിൽ ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്നും കൂടി ചൂടായി വരുന്നതിന് ശേഷം ഇതിനകത്തേക്ക് 1 കപ്പ് മൈദാമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. അപ്പൊ ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് ഗ്യാസിന്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലും അതിനുശേഷം ഒരു മീഡിയത്തിലേക്ക് മാറ്റിയാൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് അടുക്കി പിടിക്കും. മൈദേനയാണെന്നുണ്ടെങ്കിലും പച്ചമണമൊക്കെ നന്നായിട്ട് മാറി ശരിക്കും ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് അലന്നലന്ന് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ടതാ ഇതുപോലെ കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കാം. ഒരു 10-12 മിനിറ്റിനുള്ളിൽ റെഡി ആയിട്ട് വന്നോളൂ കേട്ടോ. അപ്പൊ ഗ്യാസ് ലോ ഫ്ലെയിമിൽ അല്ലാന്നുണ്ടെങ്കിൽ മീഡിയത്തിൽ ആ ഒരു സ്റ്റേജിലാട്ടോ വെക്കാവുള്ളൂ. കണ്ടതാ ഇതിപ്പോ കുറച്ചും കൂടി നന്നായിട്ട് തന്നെ അലന്ന് ശരിക്കും ഒന്നുകൂടി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. കണ്ടതാ ഇതുപോലെ. ഇതാണ് കറക്റ്റ് ഉള്ള പരുവെന്ന് പറയുന്നത്. കണ്ടോ, നമ്മൾ ചേർത്ത് കൊടുത്ത മൈദയൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ ലൂസായി ശരിക്കും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. വലിയ ചൂട് ഒന്നും കൂടെ ആറി വരാൻ വേണ്ടിയിട്ടാട്ടോ മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഇത് മൈദയിലാണ് ചെയ്തത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പൊടിയിലും ചെയ്തെടുക്കാം കേട്ടോ. 1 കപ്പ് ഗോതമ്പൊടിയിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ മൈദയിൽ ചെയ്തെടുക്കുമ്പോഴാണ് നമ്മൾ പണ്ടൊക്കെ കഴിച്ച അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ വലിയ ചൂട് ഒന്ന് ആറി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരുപാട് തണുത്തൊന്നും പോവണ്ട. കൈ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ഒരു ചെറിയ ചൂടുണ്ടാവണം. ആ ഒരു ചൂട് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര ഒന്നും കൂടെ പൊടിച്ചെടുക്കണം. ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എക്സ്ട്രായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് പൊടിച്ചു വരുമ്പോൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാര വേണം നമുക്ക് റെഡിയാക്കി കിട്ടാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ 1/2 കപ്പ് എടുക്കുമ്പോൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാര നിറച്ച് കിട്ടില്ല. ഒരു 2 ടേബിൾ സ്പൂൺ എക്സ്ട്രായും കൂടി ചേർത്ത് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 1 കപ്പ് പൊടിച്ച പഞ്ചസാര നമുക്ക് കിട്ടും കേട്ടോ. ഇതിപ്പോ വലിയ ചൂട് ഒന്ന് ആറിയിട്ടുണ്ട്. എന്നാൽ കയ്യിലെടുത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാൻ പറ്റാവുന്ന ആ ഒരു ചെറിയ ചൂടുണ്ട്. അതാണ് കറക്റ്റ് ആയിട്ടുള്ള പരുവെന്ന് പറയുന്നത്. നമ്മൾ പൊടിച്ചെടുത്ത 1 കപ്പ് പഞ്ചസാര മുഴുവൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് പൊടിച്ച പഞ്ചസാര 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടിയുടെ ടേസ്റ്റ് ഒക്കെ കുറച്ചും കൂടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഒരു 3 ടേബിൾ സ്പൂൺ അതിലും കൂടെ ഉണ്ടായേ. കയ്യിലില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിതാ ഇതെല്ലാം കൂടി കൈവച്ച് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ആക്കി എടുക്കാം. ചെറിയൊരു ചൂടുണ്ട്, അതുകൊണ്ട് ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം കേട്ടോ ചെയ്യാനായിട്ട്. തണുത്ത് പൊട്ടി ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് ആയിട്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ്. അങ്ങനെ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനിയിപ്പോ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കലും മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഞാൻ ഇതേപോലെ ഒരു ട്രേയിൽ ഒരു ബട്ടർ പേപ്പർ ആട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. വേറെ ഓയിലൊന്നും നമ്മൾ പറ്റി കൊടുത്തിട്ടില്ല. ഇങ്ങനെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ട് നല്ല എളുപ്പം ഉണ്ടാവും. അതുകൊണ്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പാത്രത്തിലൊക്കെ നമ്മൾ ഓയിൽ പറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിട്ടുപോരാൻ നേരത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ പൊടിഞ്ഞൊക്കെ പോവും. അപ്പൊ ഇതേപോലെ ഒരു ബട്ടർ പേപ്പറിൽ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്ത് ലെവലൊക്കെ ആക്കി നന്നായിട്ട് തന്നെ ഒന്നുകൂടെ സെറ്റായി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ സെറ്റായി ശരിക്കും ഉറച്ചു വരാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഏറ്റവും കുറഞ്ഞത് ഒരു 1/2 മണിക്കൂറെങ്കിലും വെക്കാം കേട്ടോ. ഫ്രീസറിലാണെങ്കിൽ ഒരു 15 മിനിറ്റ് ഒക്കെ വെച്ചിരുന്നാൽ മാത്രം മതിയോ. നന്നായിട്ട് തന്നെ സെറ്റായി വന്നോളൂ. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫ്രിഡ്ജിൽ ഒരു 1/4 മണിക്കൂർ വെച്ചതിന് ശേഷം ഓട്ടോ എടുത്തത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ തണുത്തും വന്നിട്ടുണ്ട്. കുറച്ചും കൂടി തണുപ്പിച്ചൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഫ്രിഡ്ജിൽ വെച്ചെന്ന് കരുതി നന്നായിട്ട് കട്ടിയൊന്നും ആയി പോവില്ല. നമ്മുടെ കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ പറ്റാവുന്ന ആ ഒരു സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. എന്നെഴുതി കേക്കൊന്നും കഴിക്കുന്ന അത്ര സോഫ്റ്റിലാവില്ല, ചെറിയൊരു കട്ടി ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല. ഇതേപോലെ സൈഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ.
അപ്പം എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പം നെയ്യും ഓയിലും അതേപോലെ തന്നെ നമ്മുടെ മൈദയോ അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയോ. പിന്നെ വേണ്ടത് പഞ്ചസാര, പാൽപ്പൊടി, കുറച്ച് ഏലക്കപ്പൊടിയും കൂടിയാണ്. അപ്പോൾ ഗ്യാസിന്റെ ഫ്ലെയിമിന്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. പൊടിയൊന്നും കരിഞ്ഞു പോവാതെ ലോ ഫ്ലെയിമിൽ അതേപോലെ തന്നെ മീഡിയത്തിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലുള്ള 1-2 കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ കടയിൽ നിന്നൊക്കെ പണ്ട് കഴിച്ച അതേ ടേസ്റ്റിലുള്ള നമ്മുടെ പാൽക്കോവ ഈസി ആയിട്ട് വീട്ടിലും ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. മാത്രമല്ല നമ്മളൊക്കെ കഴിച്ച ആ ഒരു രുചി നമ്മുടെ മക്കൾസും കൂടി അറിയിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയല്ലേ. അപ്പോൾ മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് തണുത്തിട്ടിരിക്കും. പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന ആ ഒരു കട്ടീനേക്കാളും ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. അത്രയേ ഉള്ളൂ. അതേ ഷേപ്പിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പൊ നമുക്ക് ഇതേപോലുള്ള പുതിയ അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.